ഹായ് സ്റ്റുഡൻസ്, സ്റ്റാൻഡേർഡ് 10ലെ ചാപ്റ്റർ 6 റോബോട്ടുകളുടെ ലോകം എന്ന ചാപ്റ്ററിലെ ബാക്കിയുള്ള പ്രോഗ്രാംസ് നോക്കാം. കഴിഞ്ഞ പ്രോഗ്രാമിൽ ഒരു LED ബ്ലിങ്ക് ചെയ്യിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ആർഡിനോ യൂനോ കിറ്റ് ഉപയോഗിച്ചിട്ട് ഒരു ഇൻ്റർവെൽസ് വെച്ചിട്ട് ഒരു ബീപ്പ് സൗണ്ട് എങ്ങനെ ചെയ്യാം നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ എങ്ങനെയാണ് അത് സെറ്റ് ചെയ്യേണ്ടതെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ട് എങ്ങനെ കൊടുക്കേണ്ടതെന്നൊക്കെ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം നമ്മളിവിടെ ബീപ്പ് സൗണ്ട് കേൾക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന കോമ്പോണൻ്റ് എന്ന് പറയുന്നത് ബസർ മൊഡ്യൂൾ എന്ന് പറയുന്ന ഈ ഒരു ഇലക്ട്രോണിക് കോമ്പോണൻ്റ് ആണ്. അപ്പോൾ ഇതിൽ ബീപ്പ് സൗണ്ട് പുറപ്പെടുവിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് ഉപകരണമാണ് ഈ കാണുന്നത്. അപ്പോൾ ഈ ഒരു ബസർ മൊഡ്യൂൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ബീപ്പ് സൗണ്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൽ 3 പിന്ന് തന്നിട്ടുണ്ട്. ആ പിന്നിലേക്ക് നമ്മൾ ഓരോന്നായിട്ട് VCC എന്ന് പറയുന്നിടത്താണ് പവർ കൊടുക്കേണ്ടത്. IO പിന്നുകൾ എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നുകളിലാണ് നമ്മൾ ഡിജിറ്റൽ പിൻ കണക്ട് ചെയ്യേണ്ടത്. അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ഗ്രൗണ്ട് എന്നുള്ളിടത്താണ് നമ്മുടെ ആർഡിനോയുടെ ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാം ഇതുപോലെ ഒരു ബസർ മൊഡ്യൂൾ നമ്മൾ എടുത്തിട്ട് അതിൽ ഇവിടെ കാണുന്ന ഈ റെഡ് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് VCC എന്നുള്ള ഭാഗത്ത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് ആർഡിനോയിലെ 5 വോൾട്ട് എന്നുള്ള ഭാഗത്തേക്കാണ്. അതിലേക്കാണ് നമ്മൾ ഈ ഒരു പിന്ന് കണക്ട് ചെയ്യുന്നത്. അടുത്ത കണക്ഷൻ കൊടുക്കുന്നത് ഗ്രൗണ്ട്. ഇവിടെ നിന്ന് ഗ്രൗണ്ട് എന്ന് കാണുന്നിടത്ത് നമ്മൾ ആർഡിനോയുടെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അതുപോലെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻ എന്നുള്ളത് ഡിജിറ്റൽ പിൻ 8ലേക്കാണ് കണക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡിജിറ്റൽ പിൻ എന്ന് പറയുന്നത് 13 വരെ ഉണ്ട് എന്ന് പറഞ്ഞു പഠിച്ചു. അപ്പോൾ അതിൻ്റെ അകത്തുള്ള 8 എന്ന് പറയുന്ന പിന്നിലേക്കാണ് ഇത് കണക്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ വേണ്ട കോമ്പോണൻറ്റ്സ് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് ആർഡിനോ യൂനോ, അതിപ്പം കമ്പ്യൂട്ടറായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബസർ മൊഡ്യൂൾ, ബീപ്പ് സൗണ്ട് കേൾക്കാൻ സഹായിക്കുന്ന ബസർ മൊഡ്യൂൾ, അതേപോലെ തന്നെ മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ടെക്സ്റ്റിൽ തന്നപോലെ തന്നെ ഡിജിറ്റൽ 8 പിന്ന് ഇവിടെ കാണാം. 8 പിന്ന് അതിലേക്കാണ് നമ്മൾ ഈ പറയുന്ന ആദ്യത്തെ കേബിൾ കണക്ട് ചെയ്യുന്നത്, ആദ്യത്തെ ജമ്പർ വയർ കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ 8 എന്ന് എഴുതിയെടുത്തതിൽ നമ്മൾ അതിന് നേരെയായിട്ട് അതിൽ നമ്മൾ ഈ ഒരു ജമ്പർ വയർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ കൊടുക്കേണ്ടത് ഇവിടെയുള്ള 5 വോൾട്ടിലാണ്. അപ്പോൾ 5 വോൾട്ടിലേക്ക് നമ്മൾ അടുത്ത കണക്ഷൻ കൊടുക്കുകയാണ്. ഇപ്പോൾ 5 വോൾട്ടിലേക്ക് അടുത്ത കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ഗ്രൗണ്ടിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഗ്രൗണ്ട് എന്നുള്ളിടത്ത് അടുത്തത് കൊടുക്കുന്നു. അപ്പോൾ ആർഡിനോയിലെ കണക്ഷൻ നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ബസർ മൊഡ്യൂളാണ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം തന്നിരിക്കുന്നത് VCC എന്നുള്ളതാണ്. അപ്പോൾ ആ VCC എന്നുള്ളിടത്തേക്ക് നമ്മൾ ആദ്യം തന്നെ ഇപ്പോൾ ഈ ഒരു പിന്ന് നമ്മൾ കൃത്യമായിട്ട് ഇവിടേക്ക് കണക്ട് ചെയ്യുക. VCC എന്നുള്ളിടത്ത് നമ്മൾ കണക്ട് ചെയ്യുന്നു. ഇനി നെക്സ്റ്റ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നാണ്. ഡിജിറ്റൽ പിൻ 8ലേക്ക് കണക്ട് ചെയ്തതാണ് നമ്മളിവിടെ ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നിലേക്ക് കണക്ട് ചെയ്യേണ്ടത്. ഇനി നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ടത് ഗ്രൗണ്ടാണ്. അപ്പോൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തതാണ് നമ്മളിവിടെ കൊടുക്കേണ്ടത്. ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പ്രോഗ്രാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇനി ഇതിൻ്റെ പ്രോഗ്രാം ചെയ്യാനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻസിൽ പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്യുന്നു. പിക്ടോബ്ലോക്സ് ഓപ്പൺ ചെയ്തു. ഇവിടെ ബ്ലോക്ക് കോഡിംഗ് ഓപ്പൺ ചെയ്തു. ഇവിടെ ആദ്യം തന്നെ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് ബോർഡാണ്. അപ്പോൾ ഈ ബോർഡിൽ നമ്മൾ ഓൾറെഡി ആർഡിനോ യൂനോ കിറ്റ് കമ്പ്യൂട്ടറുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ആർഡിനോ യൂനോ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് സീരിയൽ പോർട്ട് എന്നുള്ളിടത്ത് അവിടെ കാണിക്കുന്നുണ്ട്. കണക്റ്റ് എന്ന് കൊടുത്തു. അപ്പോൾ ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെയുള്ള അപ്ലോഡ് എന്നുള്ളത് എടുക്കുക. ഇവിടെയുള്ള അപ്ലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. ഇനി നമ്മൾ ആദ്യം തന്നെ കൊടുക്കേണ്ടത് ആർഡിനോ യൂനോ സ്റ്റാർട്ട്സ് അപ്പ് എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. അപ്പോൾ നമ്മളിവിടെ ആദ്യം തന്നെ കൊടുത്തത് വെൻ ആർഡിനോ യൂനോ സ്റ്റാർട്ട്സ് അപ്പ് എന്ന് കൊടുത്തു. ഇനി നമുക്ക് നടക്കേണ്ട പ്രോഗ്രാംസ് ഒക്കെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കേണ്ടതാണ്. അപ്പോൾ അതിനായിട്ട് കൊടുക്കേണ്ടത് കൺട്രോളിൽ ഫോർ എവർ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ ഫോർ എവർ എന്നുള്ളത് കണക്ട് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ നെക്സ്റ്റ് കൊടുക്കേണ്ടത് ആർഡിനോ യൂനോ എടുത്തു. അതിൽ സെറ്റ് ഡിജിറ്റൽ പിൻ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ സെറ്റ് ഡിജിറ്റൽ പിൻ എന്നുള്ളത് 13 ആണ് കിടക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് 8 ആണ്. അപ്പോൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്തിട്ട് അത് 8 എന്നാക്കി മാറ്റുക. ഇനി നെക്സ്റ്റ് വെയിറ്റ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പോൾ കൺട്രോളിൽ വെയിറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതെടുത്ത് ഇവിടെ ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് വെക്കുന്നു. ഇനി നെക്സ്റ്റ് വീണ്ടും ആർഡിനോ യൂനോ എടുത്തു. അതിൽ വീണ്ടും ഈ പറയുന്ന സെറ്റ് ഡിജിറ്റൽ പിൻ ഇവിടെ നിന്ന് റൈറ്റ് ക്ലിക്കിൽ ഡ്യൂപ്ലിക്കേറ്റ് കൊടുക്കാം. അപ്പോൾ ആ 2 എണ്ണം വീണ്ടും റിപ്പീറ്റഡ് ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കിവിടെ താഴെ കൊണ്ട് വെച്ചാൽ മതി, സെറ്റ് ചെയ്താൽ മതി.
അല്ലെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ ഇവിടെ ലോ എന്ന് കൊടുക്കുക. ഇവിടെയും വെയിറ്റ് 1 സെക്കൻഡ് എന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇതാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഇവിടെ അപ്ലോഡ് കോഡ് എന്ന് കൊടുക്കുക. അപ്പം നമുക്കിവിടെ കേൾക്കാവുന്നതാണ് ഇൻ്റർവെൽസിൽ ഇവിടെ ഇങ്ങനെ ബീപ്പ് സൗണ്ട് കേൾക്കുന്നത്. അപ്പം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഇതിൻ്റെ ടൈംസ് ഒക്കെ വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം നമുക്കിതൊന്ന് സേവ് ചെയ്യാം. അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. സ്റ്റുഡൻസ് വർക്ക്സ് 10 എടുക്കുന്നു. ഇവിടെ ബീപ്പ് സൗണ്ട് എന്നുള്ള ഇതിൽ ബീപ്പ് എന്ന് കൊടുക്കുന്നു. ഇത് സേവ് ചെയ്തിട്ട് നെക്സ്റ്റ് പ്രോഗ്രാം എന്നുള്ളത് ഓട്ടോമാറ്റിക് സാനിറ്റൈസർ ഡിസ്പെൻസർ ആണ്. നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. നമ്മൾ സാനിറ്റൈസർ യൂസ് ചെയ്യുന്ന സമയത്ത് ബോട്ടിൽ ടച്ച് ചെയ്യാണ്ട് നമ്മൾ ജസ്റ്റ് അവിടെ കൈ വെക്കുമ്പോഴത്തേക്കും അതിൻ്റെ അകത്തേക്ക് സാനിറ്റൈസർ വരുന്നു, പുറത്തേക്ക് വരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു IR സെൻസർ കണക്ട് ചെയ്ത് നമ്മുടെ കൈയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ട് മോട്ടർ തിരിയുന്ന ഒരു പ്രോഗ്രാമാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് കൈ കാണിക്കുമ്പോൾ തിരിച്ചറിയുന്നതിനുള്ള IR സെൻസർ, അതേപോലെ തന്നെ സാനിറ്റൈസറിൻ്റെ ബോട്ടിലിൻ്റെ ടാപ്പ് നിയന്ത്രിക്കുന്ന സെർവോ മോഡ്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ തന്നിരിക്കുന്നത് പോലെയാണ് നമ്മൾ കണക്ഷൻ കൊടുക്കേണ്ടത്. അപ്പോൾ അവിടെ നമുക്ക് ബ്രെഡ് ബോർഡ് ആവശ്യമാണ്, അതേപോലെ തന്നെ ഒരു സെർവോ മോട്ടർ, IR സെൻസറും വേണം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊരു കണക്ഷൻ സെറ്റ് ചെയ്യുന്നത്. അപ്പം നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ സെർവോ മോട്ടർ എന്താണെന്ന് നോക്കാം. അപ്പോൾ സെർവോ മോട്ടർ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അതിന് 3 വയേഴ്സ് ഉണ്ട്. അതിലെ ഓറഞ്ച് വയർ കൺട്രോൾ സിഗ്നൽ നമ്മൾ ഡിജിറ്റൽ പിൻ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. റെഡ് വയർ 5 വോൾട്ട് ആണ്. അതേപോലെ തന്നെ ബ്രൗൺ വയറാണ് ഗ്രൗണ്ട് ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 0 മുതൽ 180 വരെയുള്ള കോണളവുകളിൽ തിരിയാണ് ചെയ്യുന്നത്. അപ്പോൾ പൾസ് വിത്ത് മോഡുലേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ IR സെൻസർ മൊഡ്യൂളുണ്ട്. IR സെൻസർ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് തരംഗങ്ങളുടെ സഹായത്തോടെ മുമ്പിലുള്ള തടസ്സങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ്. IR സെൻസർ മൊഡ്യൂളിന് മുന്നിൽ എന്തെങ്കിലും വസ്തു വരികയാണെങ്കിൽ ഓഫ് ആവുകയും വസ്തു മാറുമ്പോൾ ഓൺ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. കൈ അടുത്ത് കൊണ്ടുവരുമ്പോൾ ടാപ്പ് തുറക്കണം, കൈ മാറ്റുമ്പോൾ അടയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സെർവോ മോട്ടർ 0 ഡിഗ്രിയിൽ എത്തുമ്പോൾ ടാപ്പ് അടയണം, അതേപോലെ 190 ഡിഗ്രിയിൽ എത്തുമ്പോൾ ടാപ്പ് തുറക്കണം. അപ്പം നമുക്കിതൊന്ന് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ ഒരു സെർവോ മോട്ടറിനെ പ്രോഗ്രാം ചെയ്യാൻ വേണ്ടി ഇത്രയും കോമ്പോണൻസ് ആണ് നമുക്ക് ആവശ്യമുള്ളത്. ആർഡിനോ യൂനോ ബോർഡ്, അതേപോലെ തന്നെ IR സെൻസർ, ബ്രെഡ് ബോർഡ്, ജമ്പർ വയർ, മെയിൽ ടു മെയിലും മെയിൽ ടു ഫീമെയിലും, അതേപോലെ തന്നെ സെർവോ മോട്ടർ. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ഇതാണ് IR സെൻസർ. നമ്മളിവിടെ കൈ കൊണ്ടുവരുന്നതിനനുസരിച്ച് അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ബസർ മൊഡ്യൂളിൽ നമ്മൾ കണ്ടതുപോലെ 3 പിന്നുകളുണ്ട്. അപ്പോൾ ഒന്ന് ഔട്ട്, ഒന്ന് ഗ്രൗണ്ട്, അതേപോലെ തന്നെ ഒന്ന് VCC ആണ്. അപ്പോൾ നമുക്കിത് കണക്ട് ചെയ്യുമ്പോൾ കാണാവുന്നതാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഈ പറയുന്ന സെർവോ മോട്ടറാണ്. ഈ കാണുന്ന സെർവോ മോട്ടറിന് 3 വയറുകളാണുള്ളത്. ഇവിടെ കാണുന്ന ഈ യെല്ലോ വയറാണ് കൺട്രോൾ സിഗ്നൽ നമ്മൾ ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഇവിടെയുള്ള റെഡ് വയർ 5 വോൾട്ട്, അതേപോലെ കാണുന്ന ഈ ബ്രൗൺ വയറാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് കണക്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് ഇവിടെ തന്നിരിക്കുന്ന ഈ ഒരു ഭാഗത്ത് ആ ഒരു പാക്കറ്റിൽ തന്നിരിക്കുന്ന ചെറിയൊരു ലീഫ് ഉണ്ടാവും, അതിവിടെ നമ്മൾ കണക്ട് ചെയ്യുന്നു. അപ്പൊ നമുക്കിതൊന്ന് കണക്ട് ചെയ്ത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ആർഡിനോ യൂനോയുടെ 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്യാം. 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പൊ നമ്മളിവിടെ ഒരു വയർ 5 വോൾട്ടിലേക്കും മറ്റൊന്ന് ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ബോർഡിലേക്ക് കണക്ട് ചെയ്യാം. ഇപ്പൊ ഈ ബ്രെഡ് ബോർഡിൽ ഈ പോസിറ്റീവ് സിഗ്നൽ കാണിക്കുന്നുണ്ട്. ഈ പോസിറ്റീവ് സിഗ്നൽ കാണിക്കുന്ന ഇവിടേക്ക് ഈ ഒരു ലൈനിൽ എവിടെയെങ്കിലും നമ്മൾ വോൾട്ടേജ് കൊടുത്താൽ ഈ ഒരു ലൈനിൽ ഫുള്ളായിട്ടും ആ ഒരു വോൾട്ടേജ് കിട്ടും നമ്മൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ നെഗറ്റീവിലേക്കാണ് നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ ഫുള്ളായിട്ട് നെഗറ്റീവ് വോൾട്ട് അല്ലെങ്കിൽ 0 വോൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ നമുക്ക് ആ കൊടുത്തിരിക്കുന്ന കണക്ഷൻ ഒന്ന് പോസിറ്റീവിലേക്ക് 5 വോൾട്ടും നെഗറ്റീവിലേക്ക് ഗ്രൗണ്ടും ആണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു 5 വോൾട്ടിന്റെ പിന്നെ നമ്മൾ ഈ ഒരു പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് നെഗറ്റീവ് എന്നുള്ളിടത്തേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ബ്രെഡ് ബോർഡിലേക്കുള്ള വോൾട്ടേജ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് കണക്ട് ചെയ്യുന്ന IR സെൻസർ ആണ്. IR സെൻസറിൽ ഇവിടെയായിട്ട് ഔട്ട് തന്നിട്ടുണ്ട്. ഔട്ട് എന്ന് പറയുന്നത് നമ്മൾ ഡിജിറ്റൽ പിന്നിലേക്ക് കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഇനി കൊടുക്കേണ്ടത് ഗ്രൗണ്ട് എന്നുള്ളതാണ് മിഡിലായിട്ട്. ഇവിടെ VCC എന്നുള്ളിടത്താണ് നമ്മൾ പവർ കൊടുക്കേണ്ടത്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആവശ്യമുള്ളത് മെയിൽ ടു ഫീമെയിൽ ജമ്പർ വയർ ആണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു ലൈനിൽ എവിടെയെങ്കിലും നമ്മളൊന്ന് ജസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ കണക്ഷൻ നമ്മൾ ഇവിടേക്ക്, ഇപ്പോൾ ഇവിടെ VCC തന്നിടത്ത് നമ്മൾ ആദ്യം പവർ കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ പവർ 5 വോൾട്ടിൻ്റെത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗ്രൗണ്ട് എന്നുള്ളത് കണക്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഇവിടെ നെഗറ്റീവ് എന്നുള്ള ലൈനിൽ ഗ്രൗണ്ട് എന്നുള്ളത് കണക്ട് ചെയ്യുന്നു.
ഗ്രൗണ്ട് എന്നുള്ള പിന്ന് കണക്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഗ്രൗണ്ട് കൊടുക്കുക. ഇനി നമ്മൾ കൊടുക്കേണ്ടത് ഇൻപുട്ട് ഔട്ട്പുട്ട് പിന്നാണ്. അപ്പോൾ ഒരു ഡിജിറ്റൽ പിൻ 8ലേക്കാണ് കണക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡിജിറ്റൽ പിൻ 8ലേക്ക് കണക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ പിൻ 8ലേക്ക് കണക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ പിന്ന് ഇവിടേക്കാണ് നമ്മൾ ഔട്ട് എന്നുള്ള ഈ ഒരു ഭാഗത്തേക്ക് കണക്ട് ചെയ്യാം. ഇങ്ങനെ നമ്മൾ IR സെൻസർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവോ മോട്ടറാണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ബ്രെഡ് ബോർഡിൽ നിന്ന് കണക്ഷൻ എടുക്കണം. അപ്പോൾ നമുക്ക് സെർവോ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാനായാൽ 5 വോൾട്ടിലേക്കുള്ള പിന്ന് കണക്ട് ചെയ്യുന്നു. അതേപോലെ തന്നെ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവോ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാം. അതേപോലെ തന്നെ യൂനോയിൽ നിന്ന് ഡിജിറ്റൽ പിൻ 9 നിന്ന് നമ്മൾ സെർവോ മോട്ടറിലേക്ക് കണക്ട് ചെയ്യണം. അതിനായിട്ട് യൂനോയിൽ നമ്മൾ കണക്ഷൻ കൊടുക്കുകയാണ്. ഡിജിറ്റൽ പിൻ 9ലേക്കാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 9ലേക്ക് കണക്ട് ചെയ്യുന്നു. ഡിജിറ്റൽ പിൻ 9ലേക്ക് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവോ മോട്ടറിലേക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ഓരോ വയറും നമ്മൾ നേരത്തെ പരിചയപ്പെട്ടതാണ്. യെല്ലോ വയറാണ് നമ്മൾ ഡിജിറ്റൽ പിൻ കണക്ട് ചെയ്യേണ്ടത്. റെഡ് കളറിലുള്ള വയറിലാണ് നമ്മൾ 5 വോൾട്ട് കണക്ട് ചെയ്യേണ്ടത്. അതേപോലെ ബ്രൗൺ കളറിലുള്ളതിലാണ് നമ്മൾ ഗ്രൗണ്ട് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതേപോലെ നമ്മൾ ആദ്യം ഡിജിറ്റൽ പിൻ 9 കൊടുത്തത് നമ്മൾ ഇവിടെയുള്ള യെല്ലോ വയറിലേക്ക് കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഡിജിറ്റൽ പിൻ 9 എന്നുള്ള വയറാണ് നമ്മൾ യെല്ലോയിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് വേണ്ടത് 5 വോൾട്ട്. ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്തിരിക്കുന്ന 5 വോൾട്ടാണ് ഇവിടേക്ക് കണക്ട് ചെയ്യുക. ഇപ്പോൾ ബ്രെഡ് ബോർഡിൽ നിന്നുള്ള 5 വോൾട്ട് ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ ബ്രെഡ് ബോർഡിൽ കണക്ട് ചെയ്ത ഗ്രൗണ്ടിന്റെ കണക്ഷനാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഗ്രൗണ്ട് ഈ ബ്രൗൺ വയറിലും കൊടുക്കും. അപ്പോൾ നമുക്ക് ടെക്സ്റ്റിൽ തന്നതുപോലെ നമ്മളിവിടെ IR സെൻസറും അതേപോലെ തന്നെ സെർവോ മോട്ടറൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നിരിക്കുന്ന യെല്ലോ വയർ എന്ന് പറയുന്നത് നമ്മുടെ കൺട്രോൾ സിഗ്നലാണ്. അപ്പോൾ ഡിജിറ്റൽ പിൻ 9ലേക്ക് കണക്ട് ചെയ്തു. ഇത് 5 വോൾട്ടിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രൗണ്ട്. അപ്പോൾ ഈ 5 വോൾട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ബ്രെഡ് ബോർഡിലേക്കാണ്. അതേപോലെ തന്നെ ഗ്രൗണ്ടിൻ്റെ കണക്ഷനും ഇവിടെ നിന്നാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. IR സെൻസറിലേക്കായിട്ട് നമ്മൾ ഇവിടെ നിന്ന് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ യൂനോ ബോർഡിൽ നിന്നുള്ള വോൾട്ടേജ് നമ്മൾ ഇവിടെയാണ് കൊടുത്തത്. അപ്പോൾ ഈ ഒരു ലൈനിൽ ഫുൾ ആ ഒരു വോൾട്ടേജ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ സെർവോ മോട്ടറിനെയും അതേപോലെ തന്നെ IR സെൻസറിനെയും കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ടെക്സ്റ്റിൽ തന്നിരിക്കുന്ന പ്രോഗ്രാം ഒന്ന് ചെയ്തു. ഇതെങ്ങനെ വർക്ക് ചെയ്യിക്കാം, ഇനി എങ്ങനെ നമുക്ക് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യിക്കാൻ നോക്കാം. IR സെൻസറിൻ്റെ മുന്നിൽ ഒരു വസ്തു വരുമ്പോൾ അതിൻ്റെ സിഗ്നൽ ഓഫ് എന്നുള്ള അവസ്ഥയിലാണ്. അപ്പോൾ അത് തിരിച്ചറിയാൻ വേണ്ടി നമ്മളിവിടെ ഒരു കോഡ് കൊടുത്തു. കോഡ് കൊടുത്ത സമയത്ത് സാനിറ്റൈസർ ബോട്ടിലിൻ്റെ ടാപ്പ് തുറക്കണം. സെർവോ മോട്ടറിൻ്റെ ആ ഒരു ഷാഫ്റ്റ് 90 ഡിഗ്രിയിലെത്തുമ്പോഴാണ് ബോട്ടിലിൻ്റെ ടാപ്പ് തുറക്കുന്നത്. സെറ്റ് സെർവോ എന്ന് കൊടുത്തിട്ട് 90 ആംഗിളിൽ നിന്ന് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ നമ്മളൊന്ന് ഈ പ്രോഗ്രാം ഒന്ന് സെറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് പിക്ചർ ബ്ലോക്സ് ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ പിക്ചർ ബ്ലോക്സ് എന്ന് കൊടുത്തു. ബ്ലോക്ക് കോഡിങ് എടുത്തു. ഇവിടെ ആദ്യത്തെ പോലെ ബോർഡ് കൊടുത്തു. ആർഡിനോ യൂനോ ബോർഡ്. അതേപോലെ കണക്റ്റ് എന്നുള്ളിടത്ത് ഇവിടെ കണക്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അപ്ലോഡാണ്. അപ്ലോഡ് എന്ന് കൊടുത്തു. ആർഡിനോ യൂനോ എന്നുള്ള ബ്ലോക്കാണ്, അതെടുത്തു. ഇവിടെ നമ്മൾ വെൻ ആർഡിനോ യൂനോ സ്റ്റാർട്ട്സ് അപ്പ് എന്നുള്ളത് എടുത്തു. അപ്പോൾ ഇത് റിപ്പീറ്റഡ് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് 4 അവർ കൊടുക്കണം. അപ്പോൾ അതിന് കൺട്രോളിൽ 4 അവർ എന്നുള്ളത് സെറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമ്മളൊരു കണ്ടീഷൻ വെച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ കൊടുക്കേണ്ടത്, ഇവിടെ ഒരു വസ്തു എത്തുന്ന സമയത്ത് അത് 0 ആയിരിക്കും, അത് മാറുന്ന സമയത്താണ് ഓൺ ആവുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു കണ്ടീഷൻ വെച്ചിട്ടാണ് അത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് ഇഫ് എൽസ് എന്നുള്ളതാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് അടുത്ത നമ്മൾ കൊടുക്കേണ്ടത് ഇഫ് എൽസ് എന്നുള്ളതാണ്. ഇവിടെ ഇഫ് എന്ന് മാത്രമല്ല ഇഫ് എൽസ് എന്നുള്ള ബ്ലോക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഇനി നമ്മളിവിടെ ദെൻ എന്നുള്ളിടത്താണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം എടുക്കേണ്ടത് ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ടാബാണ്. ആ ഓപ്പറേറ്റേഴ്സ് എന്നുള്ള ബ്ലോക്കാണ്, അതെടുത്തു. അതിൽ ഈക്വൽ ടു എന്നുള്ളത് എടുക്കാം. ഇവിടെ ഈക്വൽ ടു എന്നുള്ളത് കാണാം. അത് നമ്മളിവിടെ കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവെക്കുന്ന സമയത്ത് ഇവിടെ ഒരു വൈറ്റ് ബോർഡർ കാണാം. ആ വൈറ്റ് ബോർഡർ കാണുന്ന സമയത്ത് നമ്മളിവിടെ ഇത് റിലീസ് ചെയ്യാം. ഇനി ഇവിടെ 50 എന്നുള്ളിടത്ത് നമ്മൾ 0 എന്ന് കൊടുക്കുക. ഇനി ഇവിടേക്കാണ് നമ്മൾ കൊടുക്കേണ്ടത്. അവിടേക്ക് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന കണ്ടീഷനാണ് കൊടുക്കേണ്ടത്, റീഡ് സ്റ്റാറ്റസ് ഓഫ് ഡിജിറ്റൽ പിൻ എന്നുള്ളത്. അതിനായിട്ട് നമ്മളിവിടെ ആർഡിനോ യൂനോ എടുത്തു. ഇവിടെ റീഡ് സ്റ്റാറ്റസ് എന്ന് കാണാം. അത് നമ്മളിവിടെ ഈ ഒരു സർക്കിളിലേക്കാണ്, ഈ ഒരു ഓവൽ ഷേപ്പുള്ള ഭാഗത്തേക്കാണ് നമ്മൾ റിലീസ് ചെയ്യേണ്ടത്. അപ്പോൾ അവിടെ ആ ഒരു വൈറ്റ് ബോർഡർ വരുന്ന സമയത്ത് നമ്മൾ റിലീസ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഇത് സെറ്റായിട്ടുണ്ട്.
അപ്പോൾ നമ്മളിവിടെ കണക്ട് ചെയ്തിരിക്കുന്ന പിന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഡിജിറ്റൽ പിൻ 8 എന്ന് കൊടുക്കുക. അപ്പോൾ ഇവിടെ 0 ആണെങ്കിൽ ടാപ്പ് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ആക്ച്വേറ്റേഴ്സ് എന്നുള്ളത് എടുക്കുക. ആ ബ്ലോക്ക് എടുത്തു. അവിടെ സെറ്റ് സെർവോ എന്നുള്ളത് കൊടുക്കുക. ഇവിടെ നമ്മളിത് സെറ്റ് ചെയ്യുക. ഇവിടെ നമ്മൾ റിലീസ് ചെയ്താൽ മതി. അപ്പോൾ സെറ്റ് സെർവോ ഓൺ എന്നുള്ളിടത്ത് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് 9 ആണ് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ പിൻ. അപ്പോൾ ഇവിടെ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് സെർവോ മോട്ടറിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഡിജിറ്റൽ പിൻ 9 ആണ്. അപ്പം 9 എന്നുള്ളത് കൊടുക്കുക. ഇവിടെ 0 ആംഗിളാണ്, അത് ക്ലോസ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 0 എന്ന് കൊടുത്തു. എൽസ് എന്നുള്ളിടത്ത് സെറ്റ് സെർവോ ഇവിടെ 9 എന്ന് കൊടുത്തു. ഇവിടെ 90 എന്ന് കൊടുക്കുക, ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. നമുക്കിനി ഈ പ്രോഗ്രാം ഒന്ന് റണ്ണ് ചെയ്ത് നോക്കാം. അപ്പോൾ അതിനായിട്ട് അപ്ലോഡ് കോഡ് എന്നുള്ളത് കൊടുക്കുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ കണക്ട് ചെയ്തു. ഇനി അതിൻ്റെ അടുത്ത് എന്തെങ്കിലും ഒബ്ജക്റ്റ് എത്തുന്ന സമയത്ത് അത് വർക്ക് ചെയ്യുന്ന കാണാം. ഇനി വേണം നമുക്കിതൊന്ന് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്ന രീതിയിലാക്കാം. അപ്പോൾ അതിനായിട്ട് കോഡ് മാറ്റിയിട്ട് നമ്മളിത് സെറ്റ് ചെയ്യുന്നു. അപ്ലോഡ് കോഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഒബ്ജക്റ്റ് വരുന്ന സമയത്ത് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് സേവ് ചെയ്ത് വെക്കാം. അഥവാ അതിനായിട്ട് ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഇവിടെ സ്റ്റുഡൻസ് വർക്ക്സ് 10 സാനിറ്റൈസർന്നോ ഇതിന് വേണമെങ്കിലും കൊടുക്കാം. ഓക്കെ, താങ്ക് യു.